BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ അനുവദിക്കില്ലെന്നും ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്നുള്ള തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് പെരിയാർ തീരത്ത് ആശങ്കയിൽ കഴിയുന്ന ആളുകളോടുള്ള വെല്ലുവിളിയാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ആരോപിക്കുന്നു. അണക്കെട്ടിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഉടൻ നടത്തണം. പുതിയ ഡാം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണ ചെലുത്തണമെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ നേരിൽ കാണുമെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ പുതിയ അണക്കെട്ടിനെ കുറിച്ച് പരാമർശമില്ലാത്തത് നിരാശാജനകമാണെന്നും സമരസമിതി വ്യക്തമാക്കി കഴിഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്ന വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ വ്യക്തമായിരുന്നു. അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോകുമെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കി. സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ അടക്കം വൈകാരിക വിഷയങ്ങളിൽ തമിഴ്നാടിന് കടുത്ത നിലപാട് തന്നെയെന്ന് വ്യക്തമാക്കുകയാണ് സി ജോസഫ് വിജയും. നിയമസഭാ സമ്മേളനത്തിന് ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് വി ഡി സതീശൻ പറഞ്ഞതിന് പിറ്റേന്നാണ് തമിഴ്നാടിന്റെ നയപ്രഖ്യാപനം. സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ അനുവദിക്കാതെ പുതിയ അണക്കെട്ട് പണിയുമെന്ന് കേരളം ആവർത്തിക്കുകയാണെന്ന വിമർശനം. പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ തടയും, അറ്റകുറ്റപ്പണി നടത്തും, ജലനിരപ്പ് ഉയർത്തുമെന്ന നയപ്രഖ്യാപനത്തിൽ പറയുന്നു. പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ നിർദ്ദേശത്തെ എതിർക്കും. നിലവിലുള്ള അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കങ്ങൾക്കെതിരെ നടക്കുന്ന ഇടപെടലുകളെ ശക്തമായി എതിർക്കുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കർണാടക കാവേരി നദിക്ക് കുറുകെ കർണാടക സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേഘദാടു അണക്കെട്ട് പദ്ധതിയെ എതിർക്കുമെന്നും തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ജനങ്ങളുടെ ജീവനാഡിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 2014 സുപ്രീം കോടതി മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തുമെന്ന് ഉത്തരവിടുകയും അണക്കെട്ട് ബലപ്പെടുത്തിയ ശേഷം ജലനിരപ്പ് വീണ്ടും 152 അടിയായി ഉയർത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനുള്ള ജോലികൾ ചെയ്യാനുള്ള അനുമതി തുടരുന്നതോടൊപ്പം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ കേരള സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി നടപടികൾ കൈക്കൊള്ളണമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. അതേസമയം മേഘദാടു അണക്കെട്ട് പദ്ധതിക്കെതിരായ നിയമ നടപടികളും തമിഴ്നാടിന് കാവേരി ജലം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും തുടരുമെന്നും വിജയ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ആവശ്യമില്ലെന്ന TVK നേതാവും കമ്പം MLAയുമായ PLA ജഗന്നാഥ മിശ്ര ദിവസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അധിക ജലം തമിഴ്നാടിന് നൽകണം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ഒരു കാരണവുമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം ഉന്നയിച്ച് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളിൽ ഭയം ഉണ്ടാക്കരുതെന്ന് ജഗന്നാഥ മിശ്ര പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് തുറന്നു വിടണം. നിലവിൽ തമിഴ്നാട്ടിൽ വെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും അധിക ജലം ശേഖരിക്കാനുള്ള ശ്രമം തമിഴ്നാട് ആരംഭിച്ചു. ഇങ്ങനെ എത്തിക്കുന്ന അധിക ജലം വൈഗ അണക്കെട്ടിലും കുളങ്ങളിലും സംഭരിക്കും. വൈഗ അണക്കെട്ടിന്റെ ശേഷി വർദ്ധിപ്പിക്കും. തേനി ജില്ലയിൽ മാത്രം ഏകദേശം 96ലധികം കുളങ്ങളുണ്ട്. ഇവയിൽ പലതും വലിയ കുളങ്ങളാണെന്നും ജഗന്നാഥ് മിശ്ര വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.